ഇത് 6 വർഷമായി കല്യാണം കഴിച്ചു, ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ മനപ്പൊരുത്തം ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഗെയിമാണ് ഞാൻ അടുത്തത്. എല്ലായിടത്തും തന്നെയാണല്ലോ ടെസ്റ്റിംഗ്. എന്നിട്ടും പഠിച്ചിട്ടില്ല. നോക്കാം, നമുക്കൊന്ന് നോക്കാം. ശരി, എന്തായാലും എങ്ങനെയാണ് 6 വർഷത്തെ ദാമ്പത്യ ജീവിതം എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. പറയല്ലേ? റെഡി അല്ലേ? റെഡി. പ്രോപ്പർട്ടീസ്. അപ്പോ മനപ്പൊരുത്തം ഗെയിമിന് റെഡി അല്ലേ? 6 വർഷത്തെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ മനോഹരമായി പോകുന്ന ആ ദാമ്പത്യ ജീവിതത്തിലെ പല രഹസ്യങ്ങളും നമ്മൾ ഇന്ന് ഇവിടെ അറിയാൻ പോവുകയാണ്. ഓക്കെ, സത്യസന്ധമായിട്ട് ആൻസർ പറയണം. റെഡിയാണോ? റെഡി. അപ്പൊ തകർക്കാം. ഒന്ന് ഇങ്ങനെ നിന്നോളൂ, കാണരുത്, അവൻ കാണരുത്. യെസ്. അപ്പൊ എന്റെ ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ്. നിങ്ങൾക്കിടയിൽ ആരാണ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം കൂടുതൽ ഉപയോഗിക്കുന്നത്? അപ്പൊ ആദ്യത്തെ തന്നെ മനപ്പൊരുത്തം തെറ്റാണെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. എന്തുണ്ണി രവീൻ പറഞ്ഞു രണ്ടുപേരും അതിൽ ഇരിക്കുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ ശ്രുതി പറഞ്ഞു ഞാനാണ് ഏറ്റവും കൂടുതലെന്ന്. അപ്പൊ തെറ്റാണ്. ഇൻസ്റ്റാഗ്രാമിൽ ആകെ 2 ഫോളോവേഴ്സ് ഉള്ള എവിനെന്തിന് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യട്ടെ. അല്ല, എവിൻ വേറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഇരിക്കാലോ അല്ലേ? ദീപിക പദുക്കോ, അപ്പൊ അതാണല്ലേ, അങ്ങനെയൊക്കെ ഇരിക്കാലോ. അതൊക്കെ കൊറേ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും തോറ്റിരിക്കുകയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ആരാണ് ആദ്യം പ്രണയം തുറന്നു പറഞ്ഞത്? യെസ്, അത് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ട് എനിക്കും അതിന്റെ ഉത്തരം അറിയായിരുന്നു. അപ്പൊ ഇത് പോയിന്റ് നേടിയിരിക്കുകയാണ്. രണ്ടുപേരും കറക്റ്റ് ആണ് പറഞ്ഞിരിക്കണേ. ഇനി നിങ്ങൾക്കിടയിൽ ആരാണ് കണ്ണാടിക്ക് മുൻപിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്? യെസ്, അതും രണ്ടുപേരും ഉത്തരം കറക്റ്റ് ആണ്. എന്താണ് ശ്രുതി, ഒരു സ്ഥലത്ത് പോണെങ്കിൽ എത്ര സമയം എടുക്കും റെഡി ആവാനായിട്ട്? ഈടായിട്ട് കുറച്ച് കൂടുതലാണ്. ഞാൻ അത്രക്കാരൻ. എന്തായാലും ജയിച്ചു. ഇനി അടുത്തത്. നിങ്ങൾക്കിടയിൽ ആരാണ് കൂടുതൽ വിവരക്കേടുകൾ പറയുന്നത്? വീണ്ടും പോയിന്റ് നേടിയിരിക്കുകയാണ്. ശ്രുതി തന്നെയാണ് വിവരക്കേടിന്റെ ആശാത്തി എന്ന് തെളിയിച്ചിരിക്കുകയാണ്. എനിക്കിവിടെ വർത്തമാനം കേട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഇനി അടുത്തത്. നിങ്ങൾക്കിടയിൽ ആർക്കാണ് ബുദ്ധി കൂടുതൽ? തെളിയിച്ചു. അപ്പൊ ഇതും ആൻസർ വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സ്വന്തമായിട്ട് എവിൻ പറഞ്ഞു എനിക്കാണ് ബുദ്ധി എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾക്കിടയിൽ ആരാണ് അമിതമായി ദേഷ്യപ്പെടുന്നത്? ഭയങ്കര ദേഷ്യക്കാരൻ അല്ലെങ്കിൽ ദേഷ്യക്കാരി ആരാണ്? ഓ, കറക്റ്റ് ഉത്തരം. ശ്രുതി തന്നെ ദേഷ്യക്കാരി. ഇനി അടുത്തത്. നിങ്ങൾക്കിടയിൽ ആരാണ് കൂടുതൽ സമയം വീട്ടിൽ ചെലവഴിക്കാറുള്ളത്? അതായത് കുറച്ച് സമയം ഫ്രീ കിട്ടിയാൽ എനിക്ക് എവിടെയും കറങ്ങാനും അങ്ങനെ ഒന്നും പോകണ്ട, ഫ്രണ്ട്സിന്റെ കൂടെ പോകണ്ട, എനിക്ക് വീട്ടിൽ തന്നെ സമയം ചെലവഴിച്ചില്ലെങ്കിൽ അതെ, ഒരുമിച്ച് രണ്ടുപേർക്കും താല്പര്യം രണ്ടുപേർക്ക് താല്പര്യം ഇല്ലെങ്കിൽ രണ്ടും പൊക്കണം. അതെങ്ങനെയാ? അപ്പൊ നിങ്ങൾ രണ്ടും കൂടി എന്നെ തലയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും താല്പര്യമില്ല. ഇങ്ങനെ ശരിയാ. ഓക്കെ, ഇങ്ങനൊരു ആൻസർ ഞാൻ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് ഇതാണ് ശരി. അപ്പൊ രണ്ടുപേർക്ക് വീട്ടിലിരിക്കാൻ ആഗ്രഹമില്ല എന്നുള്ളതാണ് അത്. ഇനി നിങ്ങൾക്കിടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ നുണ പറയുന്നത്? ആരാണ് അങ്ങോട്ടും കൂടെ നുണ പറയുന്നത്? കണ്ടാലറിയാം, കള്ള ലക്ഷണമുണ്ട്. താങ്കൾ ഇവിടെ എന്താ കാണിക്കുന്നത്? അല്ല, ഇത് പുതിയ ഓപ്ഷൻ ഇല്ലേ? ഇതില് പുതിയ ഓപ്ഷൻ ഇല്ല. പറയാറില്ല, ആവശ്യങ്ങൾ വന്നിട്ടില്ല. എന്റെ പുതിയ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവര് പറയുന്നത് രണ്ടുപേരും നുണ പറയാറില്ല എന്ന് പറയുന്നത് തന്നെ വളരെ വലിയൊരു നുണയാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് മക്കളെ, പ്രഖ്യാപിക്കുകയാണ്. ശരി, ഇനി നിങ്ങൾക്കിടയിൽ ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? അതായത് ആരാ റൊമാൻസ്? ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ റൊമാൻറ്റിക് ആണ്. അപ്പൊ പൊക്ക്. ശരി, അപ്പൊ രണ്ടുപേരും റൊമാൻറ്റിക് ആണെന്ന് അവർ തീരുമാനിച്ചു. നിങ്ങൾക്കിടയിൽ ആരാണ് ഏറ്റവും കൂടുതൽ പണം ചിലവാക്കുന്നത്? പണം. ഓക്കെ, ശ്രുതിയാണ്. അപ്പൊ രണ്ടുപേരും അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞു. കുറച്ചും കൂടെ വേണം. മടി. നിങ്ങൾ എവിനാണ് ഏറ്റവും കൂടുതൽ മടി. നിങ്ങൾ ആരാണ് ഏറ്റവും കൂടുതൽ ചളി പറയുന്നത്? പിന്നെ എന്നെ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
നീ എന്റെ ഭാര്യയുടെ സ്വഭാവം കാണിക്കരുതേ. ഒക്കെ അങ്ങോട്ട്. പൊക്കിയില്ലേ? ആ, ഓ പൊക്കിയില്ല. രണ്ടുപേർക്ക് വേണ്ട. അപ്പൊ എന്തായാലും ഇത് എന്റെ ഒക്കെ വക ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ കൂട്ടുന്നില്ല. നിങ്ങളുടെ ബാക്കിയുള്ള 10 ചോദ്യങ്ങളിൽ 9 എണ്ണവും കറക്റ്റ് ആയിട്ടാണ് ആൻസർ നമ്മൾ കൂട്ടുന്നത്. വളരെ നല്ല മനപ്പൊരുത്തമുള്ള ദമ്പതികളാണ് തെളിയിച്ചിരിക്കുകയാണ്. അടിപൊളി. ഞങ്ങളുടെ വക സമ്മാനം.